ഗൂഗിൾ പേ അഥവാ ജിപേയിലൂടെ ജനങ്ങളുടെ പണം പിടിച്ചു പറിക്കാനുള്ള പുതിയ കേന്ദ്രത്തിന്റെ നികുതി തന്ത്രത്തിനെതിരെ ലോക്സഭയിൽ ഇന്ന് ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പലരും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാകില്ല. ആഡംബര ജീവിതങ്ങൾ നയിക്കാൻ എന്താണ് നമുക്ക് പുതിയ വരുമാന മാർഗം? അതിന് ഏറ്റവും ഒടുവിൽ വിശ്വഗുരുവും സംഘവും കണ്ടെത്തിയതാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ പണമെല്ലാം നോട്ട് നിരോധനത്തിലൂടെ അക്കൗണ്ടിൽ എത്തിച്ചതിന് ശേഷം ആ പണവിനിമയത്തിന് UPI സംവിധാനം ആരംഭിക്കുന്നു. ആ UPI സംവിധാനത്തിലൂടെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവന്റെ പണം ബാങ്കിൽ പിടിച്ചു നിർത്തിയതിന് ശേഷം അത് അവന് ചെലവാക്കണമെന്നുണ്ടെങ്കിൽ ഇനി നികുതി കൊടുക്കണമത്രേ. ആദ്യം പൈലറ്റായിട്ട് നടപ്പാക്കാൻ പോകുന്നത് നേരിട്ട് ജനങ്ങളിൽ നിന്നല്ല, അത് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നാണ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും അങ്ങനെ കയ്യിൽ നിന്ന് 2 രൂപ വെച്ച് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് ഒരു ബിസിനസ്സുകാരൻ വെറുതെ അങ്ങ് കളയും? ഇല്ലല്ലോ. അയാൾ അതിനെ എങ്ങനെ മുതലാക്കും? ഈ നാട്ടിലെ സാധാരണക്കാരിൽ നിന്ന് ആ 2 രൂപ വെച്ച് അയാൾ ഈടാക്കി സ്വയം മുതലാക്കും. പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന പണം അവൻ ആര് തിരികെ കൊടുക്കും? അവന്റെ പോക്കറ്റ് കീറും. ഗ്യാസിന്, പെട്രോളിന്, ഡീസലിന് തുടങ്ങി സകലത്തിനും കൂട്ടാൻ പറ്റുന്നതിന്റെ പരമാവധി നികുതി കൂട്ടിവെച്ച് ഈ നാട്ടിലെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 70 രൂപയ്ക്കൊക്കെ ലിറ്ററിന് പെട്രോൾ കൊടുക്കാമെന്നിരിക്കെ 115 രൂപയ്ക്ക് കൊടുത്ത് മുതലാളിമാരുടെ പോക്കറ്റിലേക്ക് വൻതോതിൽ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇനിയിപ്പോ 2 രൂപ കൂടി UPI പേയ്മെന്റ്. കാര്യം വലിയ വരുമാനങ്ങൾ ഇങ്ങോട്ട് വന്നാലല്ലേ നമ്മളുടെ ഈ വിമാനയാത്ര, വിദേശ യാത്രകളെല്ലാം പൊടി പൊടിച്ച് നടത്താൻ പറ്റൂ. അതിനെന്ത് ചെയ്യണം? എന്നെ അധികാരത്തിലേറ്റിയ ജനത്തിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ വലിച്ചെടുത്ത് ആഘോഷിക്കണം. അതിനുവേണ്ടിയുള്ള പുതിയ തന്ത്രത്തിനെതിരെയാണ് ജോൺ ബ്രിട്ടാസ് ഇന്ന് വളരെ ശക്തമായിട്ട് ചില കാര്യങ്ങൾ സഭയിൽ പറഞ്ഞു വെച്ചത്. അത് വിശ്വഗുരു ഇന്നലകളിൽ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ഓഫർ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ, അത് പറഞ്ഞു തുടങ്ങിയതും സ്പീക്കർ വരെ ചാടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. See, what did the Prime Minister say in G23? The Honorable Prime Minister said, we will not impose any charge on this UPI system. This UPI system, this will not be a burden for the people. Now, indirectly, the minister want to impose a tax on the hapless people who went to part of this digital empire. Thank you, Jagdaji. Sir, please. Thank you. No, You already taken two points more. Be brief. I am brief. Sir, now the Reuters estimated that transaction about 2,000 rupees account to around 4% of the merchant payment volume. But sir, that means 67% of the value. So a 2,000 threshold which she is talking about sounds narrow, but it can still bring lot of money, means miscarriage to the people. Sir, I am brief. Sir, there are honorable petroleum ministries here. I need to, involve him also. There are 1 lakh petrol pumps in this country. If we add the private pumps, 1,25,000 petrol pumps in this country. Imagine that 2,000 rupees additional burden is for a petrol pump owner per day. Just, you know what is impact? 10,000 to 12,000 crore annually for the consumers. Thank you. Now you have moved, sir. You have moved already. Very important. I am moving. Yes. So I feel that the honorable finance minister is putting a huge burden on this country. കേട്ടല്ലോ, 2 രൂപ വെച്ച് ഈ രാജ്യത്തെ പെട്രോൾ പമ്പ് മുഖേനയാണെങ്കിൽ വലിയ വലിയ വാഹനങ്ങളെല്ലാം 2000 രൂപയ്ക്ക് മുകളിൽ തന്നെ പെട്രോൾ അടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 2 രൂപ വെച്ച് പോകുന്നുണ്ടെങ്കിൽ അത് പയ്യെ ഇന്ധന വിലയിൽ കയറ്റി അങ്ങ് വയ്ക്കും. അതിന്റെ പണം ആരുടെ കൈവശം നിന്ന് പോകും? സാധാരണക്കാരനായിട്ടുള്ള ജനത്തിന്റെ കൈവശം നിന്ന് പോകും. അങ്ങനെ അനുദിനം എത്ര കോടി രൂപയായിരിക്കും ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയൊക്കെ ജനത്തിന്റെ പോക്കറ്റ് കൊള്ളയടിക്കാം എന്നതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണമാണ് കേന്ദ്രന്മാർ നടത്തുന്നത്. എന്നിട്ട് സാധാരണക്കാരന് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ? ഒരു കാര്യവും ചെയ്യുന്നില്ല. കുറെ PR വർക്കിലൂടെയും ക്യാമറകൾക്ക് മുന്നിലെ അഭിനയങ്ങൾക്കപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതം തന്നെ വലിയ ബാധ്യതയാക്കുന്ന രീതിയിലാണ് ഓരോ കാര്യത്തിലും വില കൂടുന്നത്. അവന്റെ ശമ്പളം വർദ്ധിക്കുന്നതുമില്ല. അവന്റെ ചിലവുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇമാതിരി നികുതി പിരിവുകൾ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ തോളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ആ വിഷയത്തിൽ രാജ്യസഭയിൽ ബ്രിട്ടാസ് ശബ്ദമുയർത്തിയത്. അത് നാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരം നികുതികൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ
വീണ്ടും വീണ്ടും സാധാരണക്കാരന്റെ നട്ടല്ലൊടിക്കുന്ന രീതിയിലുള്ള നികുതി കൊള്ളയ്ക്കാണ് കേന്ദ്രം കളമൊരുക്കുന്നത്. പ്രതികരിച്ചേ മതിയാകുള്ളൂ. പെട്രോൾ പിരിച്ച് നാട് നീളെ കക്കൂസ് കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇന്നും ഇപ്പോൾ ഒരു സംസ്ഥാനങ്ങളിലും കക്കൂസ് എത്തിയിട്ടില്ല. ഉത്തരേന്ത്യയിൽ ജനങ്ങൾ ഇപ്പോഴും പൊതു ഇടങ്ങളിൽ തന്നെയാണ് അക്കാര്യം സാധിക്കുന്നത്. അമ്മാതിരി വാചക കസർത്തുകൾ നടത്തി കഴിഞ്ഞ കുറെ കാലം പിരിച്ചെടുത്ത കോടികൾക്കൊന്നും കയ്യും കണക്കുമില്ല. അതും പോരാഞ്ഞിട്ടാണ് ഇപ്പോ ഗൂഗിൾ പേ, ജിപേ കൊള്ളയ്ക്ക് വേണ്ടി ഇവർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത്.